ഓക്കെ. നമ്മുടെ മെയിൻ സാധനം ഉപ്പിലേക്ക് ആക്കാൻ പോവല്ലേ? നടക്കട്ടെ. നോക്കട്ടെ എത്ര കിട്ടിയെന്ന്. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അല്ലേ? ഓക്കെ. അത് ശരി, ഇത് ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ട് ഞാൻ കിട്ടിയില്ല. രണ്ടും പറിച്ചോളൂ. രണ്ടെണ്ണമുണ്ട്. ഹായ്, എന്താ ചന്തം. നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് പറിക്കാൻ പോവാണ്. കുറേ കായ്ച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എന്നിട്ട് പറിച്ചിട്ട് എന്താ പരിപാടി? അത് ഇന്ന് നമുക്ക് അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കാം. പീനട്ട് ബട്ടർ. ഓക്കെ, നോക്കാം. മുളിയനുറുമ്പുണ്ട്. അച്ചാറിടും ഇഞ്ചിയും പച്ചമുളകും, പിന്നെ എന്താ പറയാ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാ അല്ലേ? ഓക്കെ. ഒന്ന് അതിൻ്റെ മേളിലുണ്ട്. അതാ ആ ടോപ്പിൽ. ഒടിഞ്ഞു പോണ്ട. അത് ഒടിയില്ല. ഇത് എത്രയാ ഉണ്ടാവുക അറിയാം? ഈ സൈഡിലുണ്ടമ്മ. അതാ ഇവിടെ ഇങ്ങനെ ഇവിടെ രണ്ടെണ്ണം. ഇതിലുണ്ടോ? ആ, കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ ഇതാ. വലുതാവാൻ ഇഷ്ടം പോലെ ബാക്കിയുണ്ടേ. ഓക്കെ, അപ്പം ഇതാ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് ഇത് വെച്ചിട്ടൊരു അച്ചാർ ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, നല്ല കാറ്റ്. അമ്മ എവിടെ പോയി? അമ്മ കാട്ടിൽ പോയിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മൾബറി പറിക്കാൻ പോകുന്നതാ. പഴുത്തിട്ടില്ല അമ്മ. അത് ചെറിയ മക്കളെ പോലെ മാവുമ്പ് കറിക്കുന്നൊക്കെ. ഇതാ ഒന്ന് പഴുത്ത്. കിട്ടുമോ? അതെന്തോ വീണു. അത് അതിൻ്റെ ഉള്ളിൽ ഉണ്ണിക്കുട്ടൻ പിടിച്ചത് ഇവിടെ ഒന്നുണ്ട്. കിട്ടുമോ? അത് പോയി. അത് പോയി. ഇതാ ഇവിടെ വേറെ ഒന്നുണ്ട്. ഞാൻ പഴുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെയൊക്കെ പഴുത്തത്. നാളേക്ക് പഴുക്കും. ആ പോയേനെ വിടൂലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. അച്ഛൻ പറിച്ച് തിന്ന അമ്മ. എന്താ ഇത് ഞാൻ പറിക്കാം. കിട്ടിയോ? ഇത് CID മൂസയിൽ ഹരിശ്രീ അശോകൻ ചോദിക്കുന്ന മാതിരി ഇന്നെങ്ങാനും വെടിവെക്കോ സഹദേവ? കിട്ടുമോ? തപ്പു ഇങ്ങോട്ട് പോരും, നമുക്ക് അച്ചാറുണ്ടാക്കാം. കയ്യിലൊക്കെ കളറാവുന്നുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട്. എന്താ പോരും? ഇതാ തന്നെ, അങ്ങോട്ട് പോന്നാ മതി. ചെറി ഉണ്ടോ എവിടെ? ഇത് പറിക്കാനായോ? എന്നാ ഇത് പറിച്ചോളൂ. കുറേ ഉണ്ട് പച്ച. ഇതാ
അത് ശരി. ഇത് ഞാൻ എന്നാ ഇവിടെ വന്ന് നോക്കിയിട്ട് ഞാൻ കിട്ടിയില്ല. അത് രണ്ടും പറിച്ചോളൂ. രണ്ടെണ്ണമുണ്ട്. ഹായ്, എന്താ ചന്തം നോക്കട്ടെ. ഭംഗി ഭയങ്കര. ഇതാണ് ചെറി. ചെറി ഇന്ന് അതിലിരിക്കട്ടെ. ഇന്ത്യൻ ചെറി ഇരുന്നോട്ടെ. മൾബറി നോക്കട്ടെ. മൾബറി ഒക്കെ കുറേ എണ്ണം അച്ഛൻ പറിച്ച് തിന്നു. ഞാൻ തിന്നു. കുറേ രാവിലെ അവിടെ പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ, എന്നാ വരൂ, പോവാം. ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല. എന്നാ കുട്ടി പോവാം. ഇതാ അമ്മ ഒരു മാവ് പൂവിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവ് പൂവിട്ടത് കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം അല്ലേ പൂവിടുന്നത്? എന്തായിരുന്നു ഇത്? കാലാപ്പാടി അല്ലേ? കാലാപ്പാടി പൂവിട്ടിട്ടുണ്ട്. ഇതാ കറക്റ്റ് കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് വിട്ടാലോ? ഇത് നോക്കണേ ഉണ്ണി, ഇത് ചവിട്ടണ്ട കേട്ടോ, പിക്കാസ്. ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നില്ല കുട്ടി. ഞങ്ങൾ അകത്തിച്ചീര കുഴിച്ചിട്ടുണ്ടായിരുന്നു. ശാഖ വന്നോ? പിന്നെ നെക്സ്റ്റ് വൺ ഒരു ശാഖയേ ഉള്ളൂ. അല്ലല്ലോ, ഇതൊരു ശാഖ, ഇത് ശാഖ, ഇതൊരു ശാഖ, ഇതൊരു ശാഖ, ഇത് ശാഖയാണ്, ഇത് ശാഖയാണ്. ഇയാള് ഇതിന്റെ പൂവാ അല്ലേ? എന്താ കറി വെക്കാം? പൂവും വെക്കും, എലിയും വെക്കും. പൂവും എലിയും കറി വെക്കും അല്ലേ? ഓക്കെ, ഇതിൽ മുളിയനുറുമ്പുണ്ട്, ശ്രദ്ധിക്കണേ. അപ്പോൾ ഞങ്ങളിത് അച്ചാറിട്ട് കാണിച്ചു തരാം. ഓക്കെ, വെളുത്തുള്ളി നന്നാക്കുന്നുണ്ട്. ഇഞ്ചി ഇവിടെ ഉണ്ട്. വെളുത്തുള്ളി കുറച്ച് നല്ലോണം വേണം. വെളുത്തുള്ളി ഇഞ്ചിയും കുറേ വേണോ? അത്യാവശ്യം വേണം. കാരണം അതെന്താ വെച്ചാൽ ഇതില്ലാത്തതല്ലേ, മധുരമുള്ളൊരു സാധനം. അത്യാവശ്യം ചെറുതായിട്ടൊരു മധുരമുണ്ട്. അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി വേണം അല്ലേ? പച്ചമുളകോ? പച്ചമുളക് വേണോ? ഓക്കെ, അപ്പം പച്ചമുളക് ഞാൻ എടുക്കാം. എന്നാലേ ഈ സാധനം കഴുകാം. വെള്ളം ഒഴിച്ചിട്ടേ അതിൻ്റെ ഗട്ടിയൊക്കെ കളയണം. ഓഹോ, ഇനിയുണ്ട് മാങ്ങ ജ്യൂസ് അടിക്കാൻ, കുറച്ചും കൂടി ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വാഗ കറച്ചിട്ട് പിടിച്ചോട്ട് വരും അല്ലേ? കുറച്ച് കാലം കൂടിയൊക്കെ അല്ലല്ലോ അതെ അതെ. വെളുത്തുള്ളി, ഇഞ്ചി, മുളക്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. വേറെ പരിപാടി നടക്കട്ടെ. ഇപ്പോൾ ഒരു നല്ലൊക്കെ ഉണ്ടാക്കും. ഹൈ ഹൈ ഹൈ, അല്ലായോ? നീട്ട വേണ്ട. ഓക്കെ, ഇപ്പോൾ ഇവരുടെ കോൺവെർസേഷനൊക്കെ നടക്കുന്നുണ്ട്. എന്താവും എന്തോ. പൊടിയുണ്ട്, പൊടി. രണ്ടും കൂടി നടക്കൂല. അപ്പം ഞാൻ മൊബൈൽ സൈഡിൽ വയ്ക്കാം, എന്നിട്ട് കഴുകാം. മുറിച്ചിട്ടുണ്ട്. അപ്പം അതിന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനകത്തേക്ക് ഇടാൻ പോവാം. ഓക്കെ ഓക്കെ. മെയിൻ ഷെഫ് സഹായി കോമി. ഓക്കെ, ഇനി ഏതാ? ഇഞ്ചി നന്നാക്കുന്നുണ്ട്. അവിടെ കുറേ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കാണിച്ചു തരാം. ഓക്കെ, ഇഞ്ചിയായി അല്ലേ? ഇഞ്ചിയായി, പച്ചമുളകായി, ഇനി വെളുത്തുള്ളി. ഓക്കെ, വെളുത്തുള്ളി അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് എവിടെ പോയാവോ? അമ്മേനോട് ചോദിച്ചു നോക്കണം. എവിടെ? ആ, പോരട്ടെ. ഓക്കെ, ഓക്കെ. വെളുത്തുള്ളി ആയിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി ഇട്ടോളൂ. അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി കേട്ടോ. ഓക്കെ. അപ്പോൾ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ ഈ ഒരു ഇത് കണ്ടോ? ഈ ഒരു സാധനം അതിൻ്റെ ടോപ്പിലുള്ള അത് പോക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പോക്കി കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ പോക്കിയതാണ്. അതിൻ്റെ ബാക്കി തണ്ടാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷൻ അതിൻ്റെ മൊത്തിയൊക്കെ പോക്കിയിട്ടുണ്ട്. ഇനി അതെന്താ ചെയ്യാൻ പോകുന്ന അമ്മ? മുറിച്ചിട്ടേ ഇതിലേക്ക് ഇടും. ഓക്കെ, പകുതിയാക്കണോ? ഓക്കെ,
ഓക്കെ, അപ്പം അങ്ങനെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് പകുതിയാക്കണം അല്ലേ? എല്ലാം ഇങ്ങനെ കട്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഏറെക്കുറെ തീരാനായിട്ടില്ലേ? കഴിഞ്ഞു. 3 കൂടി ഇടണം. അതാണ് കട്ട് ചെയ്ത് വെച്ച പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഇതിന് ആഡ് ചെയ്യാനുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അല്ലേ? ഓക്കെ ചെറുതാ മൂക്കാത്തതാ. ഓക്കെ, ഇതൊന്ന് അച്ഛൻ പൊറുക്കി കൊണ്ടുവന്നു നമ്മളത് പറമ്പൊന്ന്. ഞങ്ങളുടെ പറമ്പിൽ വീണ മാങ്ങയാണ്. ഓക്കെ, അത് ജ്യൂസാക്കണം. അതും ജ്യൂസാക്കാനുണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇനി എന്താ? ഇനി അത് ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ നല്ലെണ്ണ ഒഴിച്ചിട്ട് പിന്നെ വാട്ടും. ഓക്കെ, അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഉള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഉലുവ വറുത്തതാ. ഉലുവ വറക്കുക അല്ലേ? ഇത് പൊടിക്കണ്ടേ? പൊടിക്കണം. ഓക്കെ, ആ കല്ലിൽ പൊടിച്ചോളൂ. നല്ലെണ്ണ ഒഴിക്കാൻ പോവാ അല്ലേ? ഓക്കെ, എണ്ണ ചൂടായി. ഓക്കെ, ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, പോരട്ടെ. നല്ലോണം മൊരിച്ചെടുക്കണം. നല്ലോണം മൊരിയണം അല്ലേ? ഓക്കെ, ഇങ്ങനെ തന്നെ എല്ലാ അച്ചാറും ഉണ്ടാക്കുക അല്ലേ? ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഉലുവ പൊടിച്ചതുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, കറിവേപ്പില, കായം, ഉപ്പ്, ഇത് നമ്മുടെ മെയിൻ നായകൻ. ഓക്കെ, അപ്പോൾ ഇത് വഴണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് വരണ്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ? മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞളാണ്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. മുളക് പൊടി കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, ഉപ്പ് ആഡ് ചെയ്യോ? ഉപ്പിടുമ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വരണ്ട് ഒന്ന് സെറ്റാവട്ടെ. കറിവേപ്പില ഇടുമ്പോൾ ഓക്കെ, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനാഗിരി എപ്പോഴാണ് ആഡ് ചെയ്യുക? ലാസ്റ്റോ? ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് വരണ്ട് വരട്ടെ, ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, കായം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, പിന്നെ ഒന്ന് വഴണ്ടതിന് ശേഷം പിന്നെ ഈ പീനട്ട് ബട്ടർ ഇതിലേക്ക് ഇടും. ഓക്കെ, നമ്മുടെ മെയിൻ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ആഹാ, ഇനി ചൂടാക്കൂല? തിളച്ച വെള്ളം തണുപ്പിച്ചതിന് ശേഷം ഒഴിക്കും. ഓക്കെ, കണ്ണിമാങ്ങ പോലുണ്ടേ. കൊള്ളാം. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
ഓക്കെ, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഇതാ കാണുന്നു. അപ്പം ഇനി ഇത് തണുക്കണം അല്ലേ? തണുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യും അല്ലേ? ഇനി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കൂ. മസാലയ്ക്ക് നോക്കട്ടെ, ഇതാ കയ്യിലേക്ക്. ചൂടുണ്ടാവേ. നോ പ്രോബ്ലം. ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഇനി അത് ആ ഒരു ഇത് ഇത് തിന്നാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. ഓക്കെ, ഇത് എത്ര ദിവസം എടുക്കും? ഒരാഴ്ച. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഒഴിച്ചിട്ട് നമ്മളൊന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, കുപ്പിയിലേക്ക് ആക്കാൻ പോവാ അല്ലേ? നടക്കട്ടെ. ഇപ്പം നിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നന്നായി പ്ലേറ്റ് വെച്ചത്. ഓക്കെ, നോക്കട്ടെ. ഈ കൈ കാണിക്കാം. അടിപൊളി. നല്ല കടലേൻ്റെ ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ്. ഓക്കെ, അപ്പം ഇനി ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം അല്ലേ? ഒരാഴ്ച കഴിയും അല്ലേ? ഓക്കെ, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്.